ഞാനിന്ന് ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റുമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? ഞാനൊന്ന് ചെറുതായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അതായത് നമ്മുടെ ബൈബിളിലെ നോഹയുടെ പെട്ടകം ഉണ്ടല്ലോ, അതുണ്ടാക്കാനുള്ള ട്രയലാണ് കേട്ടോ ഇത്. കാർഡ്ബോർഡ് ബോക്സ് വെച്ചാൽ ചെയ്തേക്കുന്നത്. വെട്ടി എടുത്തിട്ട് അടിയിലൊരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് അത് മൊത്തവും സെലോ ടേപ്പ് ബ്രൗൺ ടേപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ മുകളിലും ഒരു കാർഡ്ബോർഡ് ബോക്സ് കൊടുത്ത് സൈഡിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒട്ടിച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാർഡ്ബോർഡ് ബോക്സ് വേറെ പ്രിന്റ് ഒക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ പെയിന്റ് അടിക്കുമ്പം ശരിക്കും പെയിന്റ് ഇതിൽ പിടിക്കത്തില്ല. അത് കാരണം ഞാനിവിടെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഫെവിക്കോളിൽ വെള്ളം പുരട്ടി അതിനെ ഇവിടെ ഒട്ടിച്ച് ഇത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഷേപ്പ് ഒരുവിധം വന്നോ, എനിക്ക് വലിയ തൃപ്തിയൊന്നുമില്ല, എന്നാലും ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിൽ ടേപ്പ് ഒട്ടിച്ചേക്കുവാണ് കേട്ടോ. ഇത് ചെറിയൊരു ഹട്ട് മോഡലിൽ ഞാൻ കാർഡ്ബോർഡ് വെച്ച് തന്നെ ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കണം. പിന്നെ ഇവിടെ ഒരു ഡോറ് വെക്കണം. പിന്നെ പെയിന്റ് അടിക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അതുപോലെ കുറച്ച് പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഇനി ഇതിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു പിടിപ്പിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിന്റ് അടിച്ചെടുക്കാം. എന്തോ പറ്റി പെട്ടെന്ന് നോഹയുടെ പെട്ടകമൊക്കെ ഉണ്ടാക്കാൻ മഴയാണോ എന്നൊന്നും ആരും ചിന്തിക്കണ്ട. ഇത് എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോന് പള്ളിയിൽ ഫാൻസി ഡ്രസ്സ് എങ്ങാണ്ട് കോമ്പറ്റീഷനാണ്. അപ്പോൾ അത് നോഹയുടെ വേഷമാണ് അവന് കിട്ടിയേക്കുന്നത്. അവർക്ക് ഓരോരുത്തർക്ക് ഓരോന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നോഹയുടെ വേഷം ഇട്ട് പോകുമ്പോൾ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ ഇത് നോഹയാണെന്ന്. അപ്പോൾ കയ്യിലൊരു പെട്ടകം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. എത്രത്തോളം ശരിയാവുമെന്നൊന്നും അറിയത്തില്ല. എനിക്കും പിന്നെ പണ്ട് മുതലേ ഇങ്ങനത്തെ അലക്കുലത്ത പരിപാടിയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും കോളേജിലാണെങ്കിലും TTCക്ക് BEd എല്ലാത്തിനും ഇങ്ങനത്തെ എല്ലാ വർക്കുകളും ഞാൻ നല്ല ഇൻട്രസ്റ്റോടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അറിഞ്ഞിട്ടായിരിക്കണം അവൾ എനിക്ക് ഈ വർക്ക് കൊണ്ട് തന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് പഴയതുപോലെ ചെയ്യാനുള്ള ആരോഗ്യവും ഇല്ല, സമയവും കിട്ടുന്നില്ല. പക്ഷേ അവൾ തന്നു കഴിഞ്ഞാൽ എനിക്കത് എന്തോ പറയുക, അത് നിരസിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഫ്രണ്ടായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് അത് ചെയ്തു കൊടുത്തത് കേട്ടോ. ഡോറിന് കട്ട് ചെയ്ത പീസാണ് കാർഡ്ബോർഡിൽ. നമുക്ക് അതുകൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇച്ചിരി വലിയ ഡോറാണ് ഉണ്ടാക്കിയേക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ കയറ്റാനുള്ളതല്ലേ നോഹ അപ്പൂപ്പന്. ഇനി ഈ വാതിലിൻ്റെ ചുറ്റോടും ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പേപ്പർ സ്റ്റിക്ക് ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പേപ്പർ സ്റ്റിക്കിനെ തന്നെ ചെറിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അത് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്ത് ഒട്ടിച്ച് നമുക്ക് ഡോറിൽ ഒരു കൈപിടി പോലെ നമുക്കൊന്ന് കൊടുക്കാവേ. അങ്ങനെ ഞാൻ ഇതിൽ കുറേ പേപ്പർ സ്റ്റിക്കൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. വേറെ പരിപാടിയൊന്നും അല്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് കുറച്ച് പേപ്പർ സ്റ്റിക്ക്. ഇത് ബാക്ക് സൈഡാണ്, ഇത് ഫ്രണ്ട് പോർഷൻ ആണ്. ഇവിടെ നമ്മൾ ഡോർ വെച്ചിട്ടുണ്ട്. ഒരു കൈപ്പിടി ഇവിടെയും ഒരു പേപ്പർ സ്റ്റിക്ക് വളച്ച് വെച്ചിട്ടുണ്ട്. പേപ്പർ സ്റ്റിക്ക് ദാണ്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് പെയിന്റ് അടിച്ചെടുക്കണം. ഒരു ലൈറ്റ് കളറും ഒരു ഡാർക്ക് കളറുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ എൻ്റെ കയ്യിലിരിക്കുന്ന പെയിന്റിനനുസരിച്ചാണ്. പിന്നെ ഒരു ഹട്ട് പോലെ ഉണ്ടാക്കിയതിനും ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു കൈപ്പിടി. പിന്നെ ഇതിങ്ങനെ വളച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒട്ടിക്കണം. അതിന് മുമ്പായിട്ടൊന്ന് പെയിന്റ് അടിക്കാം. പെയിന്റ് അടിച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഈസി ആയിട്ടിരിക്കുവേ. ഈ വീടിന് ഞാൻ ചെറുതായിട്ട് പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്കും റെഡും ഒക്കെ വരുന്നത്. പിന്നെ ഇവിടെ ഒരു ബ്രൗൺ കളർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഈ കപ്പലിൻ്റെ ഡെക്കിലോട്ടൊന്ന് ഒട്ടിച്ചു പിടിപ്പിക്കാം. ഇവിടെ സൈഡിൽ ഞാൻ ഇതിനകത്ത് ഉൾവശത്ത് ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓർത്തു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഇതിനെ സെക്യൂർ ചെയ്യാമേ. നമുക്ക് ലാസ്റ്റ് ഇവിടെ ഒരു വിൻഡോ എന്തെങ്കിലും വരച്ചു കൊടുക്കാം. ഇപ്പം തൽക്കാലം നമുക്ക് ഇതിവിടെ ഇങ്ങനെ ഒട്ടിച്ചു പിടിപ്പിക്കാം. സെറ്റായി. ഇനി നമുക്ക് പുറവശവും കൂടെ ഒന്ന് കളർ അടിച്ചെടുക്കാം. ഞാൻ ഓർത്തു ഇവിടെ ബ്രൗൺ കളർ കൊടുക്കാമെന്ന് കേട്ടോ. ബ്രൗൺ കളറും ഇവിടെ ഒരു റെഡ് കളറും കൊടുക്കാമെന്ന് ഓർത്തു. അറിയത്തില്ല എങ്ങനെയാണ് വരുന്നതെന്ന്. നന്നായിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് മാറ്റാം. നോഹ അപ്പൂപ്പൻ്റെ പെട്ടകം ആയത് കാരണം നമുക്ക് അടിപൊളി കളേഴ്സ് ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. പണ്ടത്തെ കാലത്തെ അല്ലേ, അത് കാരണമാണ് കേട്ടോ ഇങ്ങനത്തെ കളർ ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ഈ പെട്ടകത്തിന് മൊത്തം ബ്രൗൺ കളർ അടിച്ചു. എന്നിട്ട് ഈ ലൈനിൽ ഞാൻ റെഡ് അടിച്ചു. ഈ സൈഡ് ബാക്ക് സൈഡ് റെഡ് അടിച്ചു. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ വൈറ്റ് കളർ ട്രൈ ചെയ്യുവാണ് കേട്ടോ. ഇത് അടിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. കൊള്ളാം. വൈറ്റ് ആണോ നല്ലത്, റെഡ് ആണോ നല്ലതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം വൈറ്റ് പെയിന്റ് അടിച്ചു. ഡോറിന് ഒരു റെഡ് കളറും ഇതെല്ലാം വൈറ്റും പെയിന്റ് അടിച്ചു. പിന്നെ എന്തുവാ നമ്മുടെ ജനൽ വിൻഡോ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഈ റെഡ് പെയിന്റ് അടിച്ചത്. അപ്പം അതിനിടയിൽ ജസ്റ്റ് ഒരു വൈറ്റ് ഡോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇച്ചിരി ഒരു ആശ്വാസമായി. അങ്ങനെ എൻ്റെ നോഹയുടെ പെട്ടകം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറയണേ. ചെയ്ത് തുടങ്ങിയപ്പോഴേ ഇപ്പോഴങ്ങ് തീർത്തേക്കാം. നല്ല ഈസിയാണ്.
എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയത് മണിക്കൂറുകൾ പിടിച്ചോട്ടെ. എൻ്റെ ഒരു ദിവസമായെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ വിചാരിച്ച അത്രയും മോശമായിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണേ. ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? നോഹയുടെ പെട്ടകം പോലെ തന്നെ ഉണ്ടോ, അല്ല വേറെ വല്ലതും പോലെയാണോ തോന്നുന്നതെന്നൊക്കെ ഒന്ന് അഭിപ്രായം പറഞ്ഞേക്കണേ. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.